ഹായ് ഗൈസ്, ഞാൻ ഇന്നൊരു കൊട്ടയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഞാൻ ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല, വേഗം കാര്യത്തിലേക്ക് കടക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും ഒരാളെങ്കിലും അതിൻ്റെ അകത്ത് വന്നിട്ട് ചോദിക്കും, ചേച്ചി സ്കിൻ കെയർ ഒന്ന് പറയാമോ, എന്താ ചേച്ചി സ്കിന്നിൽ യൂസ് ചെയ്യുന്നത്, ചേച്ചി എങ്ങനെയാണ് ബ്രൈറ്റായി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് എപ്പോഴൊക്കെ എനിക്ക് വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എന്നെ നിങ്ങളെല്ലാവരും സ്നേഹിച്ചിട്ടാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ, ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാവുന്ന. നോർമലി ഇപ്പം ഞാൻ കുറേ സ്കിൻ കെയർ വീഡിയോ കുറേ ആൾക്കാർ ചെയ്യുന്ന കണ്ടു. പക്ഷെ ആരും സോഷ്യൽ മീഡിയയിൽ എന്താണ് അവർ എക്സാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പലരും കാണിക്കുന്നില്ല. അതാണ് സത്യം. ഈവൻ എനിക്ക് പോലും കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ, കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ആയിട്ട് പോകുന്നവർ. അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവുന്നെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാറില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണോ ചെയ്യുന്നത്, എനിക്ക് എന്താണോ വർക്കൗട്ട് ആവുന്നത്, അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നമ്മുടെ 6 സ്കിന്നിൻ്റെ ടോണ് മുഖം തൊട്ട് കാലിൻ്റെ കാൽപാദം വരെ ഈവൻ ആയിരിക്കില്ല. ഒരു 100 പേരിൽ ഒരു 4 പേരുടെ വല്ലതും ആയിരിക്കുള്ളൂ അങ്ങനെ ഈവൻ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയോ, നിങ്ങളുടെ മുഖം തൊട്ട് നിങ്ങളുടെ കാലിൻ്റെ അവിടെ വരെ ഫുൾ ബോഡി ഈവൻ ആയിട്ടൊരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ടാൻ ആവും, സൺബേൺ, അല്ല എങ്കിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും. ഇതെല്ലാം ബാലൻസ് ചെയ്യിക്കുന്നത് ഹോർമോൺസ് ആണ്. അതുകൂടാതെ നമുക്ക് നിറം തരുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ ജെനറ്റിക്സിൽ നമുക്ക് മെലാനിൻ കൂടുതലാണെങ്കിൽ നമ്മൾ ഇരുണ്ട ഷെയ്ഡായിരിക്കും, ഡാർക്ക് ആൻഡ് മീഡിയം ഷെയ്ഡായിരിക്കും. മെലാനിൻ കുറവാണെങ്കിൽ, അതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ അത് നമ്മൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അപ്പം ഒരു കാരണം ജെനറ്റിക്സിൻ്റെ വലിയൊരു ഇതുണ്ട്. ജെനറ്റിക്സിലെ നമ്മുടെ പേരൻസിൻ്റെ നിറമാണ് കൂടുതലും കുട്ടികളിലേക്ക് വരുന്നത്. പിന്നെ അതിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡ്സ് ആയി പോകാനുള്ള കാരണം സൺ എക്സ്പോസിങ് ആണ്. അപ്പം എനിക്ക് വർക്കൗട്ടായിട്ടുള്ള കുറച്ചേറെ സാധനങ്ങളാണ് ഈ കൊട്ടയ്ക്കകത്തുള്ളത്. ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോ, എനിക്ക് പ്രശ്നമില്ല. അത്രയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറയുന്നു. ഞാൻ ഇപ്പം കാണിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറയുന്ന സ്റ്റെപ്പിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ടായില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് അതാണ് എൻ്റെ കൈയുടെ ഈ നിറവ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ഈ കയ്യിലാണ് കൂടുതൽ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കി റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ 2 കൈയും 2 നിറത്തിലിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്കൊരു എക്സാമ്പിളാണ്, നോക്കൂ. അപ്പോൾ ഓക്കെ, ആദ്യം നിങ്ങൾ കുളിക്കുന്നത് ഒരു സോപ്പ് വെച്ചാണെങ്കിൽ ആ സോപ്പ് എടുത്ത് നിങ്ങൾ വല്ല കണ്ടത്തിലും കളയണം. കാരണം ഈ മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് ഈ പരസ്യം കാണുന്ന പോലെ നമ്മൾ അത്ര ഫെയർ ആക്കുമോ അല്ലെങ്കിൽ ഭയങ്കര നല്ല അടിപൊളി സോഫ്റ്റ് ആക്കുമോ, അങ്ങനെ ഒന്നുമില്ല. ആദ്യമേ ഈ സോപ്പ് എടുത്ത് കണ്ടെത്തി കളയുക. ഫസ്റ്റ് നിങ്ങൾ നല്ലൊരു ബോഡി വാഷ്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡി വൈസിൻ്റെ 1% സാലസലിക് ആസിഡ് ബോഡി വാഷാണ്. ഇത് നല്ലൊരു ബോഡി വാഷാണ്. ഞാൻ കുറേ ബോഡി വാഷ് യൂസ് ചെയ്ത് എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയപ്പം ഞാൻ വാങ്ങിച്ച ഒരു ബോഡി വാഷാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പ്രമോഷനാണെന്ന്. അല്ല, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് പോലും പ്രൊമോഷൻ അല്ല. ഇതിൽ പലതും എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടിയ പ്രൊഡക്റ്റ് വരെ ഉണ്ട്. അപ്പം ഞാൻ ഈവൻ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് അത്രയും യൂസ്ഫുൾ ആണ് എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് മാത്രമേ നിങ്ങളെ ഞാൻ കാണിക്കാറുള്ളൂ. ഞാൻ ജെന്യുവൻലി ഇത് പറയാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ സാധനം. ഇത് വളരെ അഫോർഡബിൾ ആണ്. ഇതിന് ജസ്റ്റ് 349 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഒരു 1.5 മാസം വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലൂഫ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സോപ്പ് വാങ്ങിക്കുന്നതിലും ഇരട്ടിയുടെ ഗുണമാണ് ഈ ബോഡി വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്താലുള്ള ഗുണം. ഇപ്പം ഈ ബോഡി വാഷ് തന്നെ അല്ല, പല ബോഡി വാഷുകളുണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒത്തിരി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇതാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മുടെ സ്കിന്ന് നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഒരെണ്ണം നിങ്ങൾ നിങ്ങളുടെ ദിവസേനയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, അതായത് നിങ്ങൾ ദിവസം കുളിക്കുമ്പം ഈ ബോഡി വാഷ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം,
ഞാൻ 2 മാജിക് ഓയിൽ കാണിച്ചു തരാം നിങ്ങളെ. കുറേ ആൾക്കാർ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കോട്ടയ്ക്കൽ ആയുർവേദയുടെ ഏലാദി വെളിച്ചെണ്ണയും ഇത് നാൽപ്പരാമതി വെളിച്ചെണ്ണയും. ഇത് രണ്ടും ഉണ്ടല്ലോ എൻ്റെ ലൈഫിലെ വലിയൊരു ഗെയിം ചേഞ്ചറായിരുന്നു. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഞാനിതിപ്പം മിനിഞ്ഞാന്ന് വാങ്ങിച്ചിട്ട് എത്രയാണ് യൂസ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻസ്, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിന്നെ ഈ ബ്ലെമിഷസ്, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സൺ ടാൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് രണ്ടും ഉണ്ടല്ലോ നല്ല ബെസ്റ്റാണ്. നിങ്ങളുടെ ആവശ്യം ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ബ്രൈറ്റ് ആവണം, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്കിൻ ടോണിൽ നിന്ന് ഒരു 2 സ്കിൻ ടോൺ മുന്നോട്ട് കൂട്ടണമെങ്കിൽ നിങ്ങൾ ദിവസേന കുളിക്കുന്നതിന് മുമ്പേ ഈ കോട്ടയ്ക്കലിൻ്റെ നാൽപ്പരാമതി തൈലം ഒരു 20 to 25 മിനിറ്റ് നിങ്ങളുടെ ബോഡി ഫുള്ള് നല്ലപോലെ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം പറഞ്ഞ ഈ ബോഡി വൈസിൻ്റെ ബോഡി ലോഷനോ അല്ല എങ്കിൽ നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ നമ്മുടെ ചെറുപയർ അറിയാം തോരൻ വെക്കുന്നത്, ആ ചെറുപയർ ചെറുകനെ ഒന്ന് വെള്ളത്തിലൊരു 5-10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി എടുത്ത് നല്ലപോലെ പൊടിച്ച് നല്ല സ്ക്രബായിട്ട് അപ്ലൈ ചെയ്ത് കളയാം. നല്ല അടിപൊളി യൂസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ പയറുപൊടിയാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഡെയിലി പയറുപൊടി ഇട്ട് കുളിക്കേണ്ട, വീക്കിലി ഒരു 2 വട്ടമോ 3 വട്ടമോ മാത്രം ഇടവിട്ട് യൂസ് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബോഡി വാഷ് യൂസ് ചെയ്യുക. എനിക്കിപ്പം അതിനൊരു സാഹചര്യം ഇല്ല എപ്പോഴും എനിക്ക് ഈ പയറുപൊടി ഇട്ട് കുളിക്കാൻ, കാരണം എനിക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് വേഗം കാര്യങ്ങൾ തീർക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ പയറുപൊടി യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ബ്രൈറ്റ് ആവണം, ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആവശ്യം നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഈ നാൽപ്പരാമതി തൈലം നിങ്ങൾ ദിവസേന യൂസ് ചെയ്യുക. ഇപ്പം നോർമലി എല്ലാവരും പറയുന്ന പോലെ ഒരാഴ്ച കൊണ്ട് യൂസ് ചെയ്ത് അങ്ങനെ റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് കുറഞ്ഞത് നിങ്ങളൊരു 1 മന്ത് യൂസ് ചെയ്തിട്ട് നല്ലത്, ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ ഒരൊറ്റ ദിവസം പോലും സ്കിപ്പ് ചെയ്യല്, 1 മന്ത് നിങ്ങൾ ദിവസേന ഇത് യൂസ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ കമൻറ്റിൻ്റെ അടിയിൽ നിങ്ങൾ വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് നിങ്ങൾ 1 മന്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ നാൽപ്പരാമതി തൈലം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. പക്ഷെ ഒരു ദിവസം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്, ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യല്, ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നല്ല ബോഡി വാഷ് അല്ലെങ്കിൽ പയറുപൊടി, ഇത് രണ്ടും നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ മാറി മാറി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സ്കിന്നിൽ നല്ലൊരു ഗെയിം ചേഞ്ച് നടത്തിയ ഒരു തൈലമാണ് ഈ കോട്ടയ്ക്കലിന് ഈ നാൽപ്പാമരാതി തൈലം. പിന്നെ ഇനി നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ടാന്, പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ അൺഈവൻ സ്കിൻ ടോൺ, നിങ്ങളുടെ ഫേസിനൊരു കളറ്, ബോഡിക്കൊരു കളറ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഏലാതി തൈലം. ഞാൻ പലപ്പോഴും സത്യം പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ എടുത്തിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, ഒരു തൈലം മാത്രമായിട്ടല്ല 2 തൈലം കൂടെ വാങ്ങിയിട്ട് ഞാൻ ഇത് ഈക്വലായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. ഇപ്പം എല്ലാ വീട്ടിലും 2 തൈലമൊക്കെ വാങ്ങിക്കാൻ അഫോർഡബിൾ അല്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനൊരു ഓപ്ഷനായിട്ട് ഇത് 2 എണ്ണമായിട്ട് കാണിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ബെസ്റ്റ്. കോട്ടയ്ക്കലിൻ്റെ ഏലാതി തൈലവും നാൽപ്പമരാതി തൈലം, ഇത് രണ്ടും നിങ്ങൾക്ക് നല്ലതുപോലെ റിസൾട്ട് വരുന്ന സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കളയുക. അല്ല നിങ്ങളുടെ ഒരു നോർമൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റോളം ഇത് ഫേസിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് ഫേസ് വാഷ് ചെയ്ത് കളയും. കുറേ ആൾക്കാർ ചോദിക്കും ചേച്ചി ഫേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു എണ്ണ എടുത്തിട്ട് ഞാൻ നല്ലതുപോലെ മസാജ് ചെയ്യും ഫേസ് ഒരു 5 മിനിറ്റ്. അത് റോങ് ആയിട്ടല്ല, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ഫേസ് മസാജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മസാജുകളുടെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് അത് കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫേസിൽ മസാജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ആവശ്യമില്ലാതെ ഓരോ സ്ഥലത്തുള്ള വണ്ണങ്ങൾ, അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോ ആവും. പക്ഷേ ഈ പറയുന്നതൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് ഒരു ദിവസം പോലെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാക്ട് റിസൾട്ട് ഇതിൻ്റെ മനസ്സിലാവും. അപ്പോൾ ഈ 2 സാധനങ്ങൾ
എൻ്റെ ലൈഫിലെ ഗെയിം ചേഞ്ചറാണ് ഈ 2 തൈലം. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ 2 ഒരുമിച്ച് വാങ്ങിക്കുക. അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാണ് ആദ്യം വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ പറയും ഈ നാൽപ്പാമരാതി കേരതൈലം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പം ഇത് രണ്ടും ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന 2 തൈലങ്ങളാണ്. ഞാനിപ്പോൾ എവിടെയെങ്കിലും ടൂർ പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഇത് രണ്ടും ഞാൻ വേറെ സെപ്പറേറ്റ് 2 ബോട്ടിലെടുക്കും. അത്രയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ഇതും ഇപ്പം കാണിച്ച ആ ബോഡി വാഷും. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാം. നെക്സ്റ്റ് ഈ വൈറ്റമിൻ സി ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ തരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, വൈറ്റമിൻ സി ആണ് നമ്മുടെ കളർ തരുന്ന, നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന ഒരു ഘടകം. അപ്പം നോർമലി എല്ലാവരും എന്താ ചെയ്യുക, ഗ്ലൂട്ടോത്തയോൺ എടുക്കും. ഗ്ലൂട്ടോത്തയോൺ ആണ് കൂടുതലും സെലിബ്രിറ്റീസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പക്ഷേ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കളർ കിട്ടണം, മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയുള്ളൊരു നിങ്ങൾക്ക് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ വേണം എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ട്രിപ്പ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ചുവവിൾ സ്ട്രിപ്പാണ്. ഇത് നമ്മുടെ ലിംസിയുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ്, 500 mg. ഇതുണ്ടല്ലോ, ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കും. ഇത് ഞാനിപ്പോൾ ഇന്ന് കഴിച്ചില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനപ്പം നിങ്ങളുടെ മുന്നിൽ കാണിക്കുക ഇതെങ്ങനെയാണ്. സോറി, ഇതിങ്ങനെ പൊട്ടിക്കുക. ഇതിൻ്റെ അകത്തൊരു ഓറഞ്ച് കളർ ഫ്ലേവർ ഉള്ള ഒരു ടാബ്ലറ്റ് ആണ്. അതെ, കണ്ടോ? ഇത് ഇങ്ങനെ നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ മുട്ടായി കാലിക്കുന്ന പോലെ അലുത്തു. ഇത് ഞാനുണ്ടല്ലോ എല്ലാ മാസവും റീസ്റ്റോക്ക് ചെയ്യും. ഞാൻ ട്രാവൽ ചെയ്യുന്ന എൻ്റെ ഒരു ബാഗിൽ കാണും. പിന്നെ ഞാൻ എപ്പോഴും സ്കിൻ കെയർ യൂസ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ആ ബാസ്ക്കറ്റിൽ വെച്ചിരിക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ ഓരോന്ന് കഴിക്കും. ഇത് നല്ലതാണ്. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ളൊരു ചൂബബിൾ ടാബ്ലറ്റ് ആണിത്, ലിംസിയുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ്. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് കിട്ടും. ഇത് സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി ആണ് ഇതിൻ്റെ കണ്ടന്റ്. അപ്പം ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കുക. ഇത് ബോഡി വൈസിൻ്റെ സ്ക്രബാണ്. ഇപ്പം നമ്മളൊക്കെ ദിവസേന പല സ്ഥലത്ത് പോവും, നമുക്ക് പല പല കാര്യങ്ങളാണ്. ചിലർ ജോലിക്ക് പോകും, ചില പിള്ളേർ കോളേജിൽ പോകും, ചില ആൾക്കാർ സ്കൂളിൽ പോകും. എന്തെങ്കിലും കാര്യത്തിനോട്ടൊക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം നമ്മുടെ സ്കിന്നിലെല്ലാം നമ്മൾ പോലും കാണാത്ത നേർത്ത പൊടിപടലങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതായത് നേർത്ത പൊടികളാണ്, നമുക്ക് പോലും കാണാൻ പറ്റാത്ത കുറേ പൊടികൾ നമ്മൾ വീടിനകത്തിരുന്നാലും ഉണ്ടാവും, വെളിയിൽ ഇറങ്ങിയാലും ഉണ്ടാവും. ഈ തിരക്കിൻ്റെ ഇടയിൽ വണ്ടികൾ പോകുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ബോഡിയിലും പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഡെഡ് സ്കിൻസ് വരും. നമ്മുടെ സ്കിന്ന് പോഴ്സ് ഓപ്പൺ ആവും. നമ്മുടെ ഫേസിൽ ഓപ്പൺ ആവുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നും ഓപ്പൺ ആവും. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം, ഇപ്പം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ ഈ സ്ക്രബ് യൂസ് ചെയ്തെങ്കിൽ പിന്നെ ഞാൻ വ്യാഴം ഓർ വെള്ളി ഈ ദിവസം ഞാൻ യൂസ് ചെയ്യും. ഞാൻ എൻ്റെ സ്റ്റെപ്പാട്ടോ പറയുന്നത്. കുളിക്കുമ്പം നിങ്ങൾ ഈ സ്ക്രബ് യൂസ് ചെയ്ത് കുളിക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ തീർന്നിട്ട് രണ്ടാമത്തെ വാങ്ങിച്ച് തുറക്കാൻ പറ്റുന്നില്ലടാ. തുറക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ആദ്യത്തെ വാങ്ങിച്ചിട്ട് രണ്ടാമത് വാങ്ങിച്ചാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര ആയിട്ടുണ്ട്. ഇതും ബോഡി വൈസിൻ്റെ ബോഡി സ്ക്രബാണ്. നമ്മൾ കുളിക്കുമ്പം നമ്മൾ ബോഡി വാഷ് യൂസ് ചെയ്യുന്ന കൂടാതെ ആഴ്ചയിൽ 2 ദിവസം ഇത് നല്ലപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. നിങ്ങളുടെ സ്കിന്ന് നല്ല സ്മൂത്തും ആയിരിക്കും, നല്ല ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കരമായ നിറമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ടോണിനേക്കാൾ കൂടുതൽ 1-2 ഷെയ്ഡ് നിങ്ങൾക്ക് നല്ലതുപോലെ ഡിഫറൻറ്റ് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. ഇത് ജസ്റ്റ് ഇന്ന് യൂസ് ചെയ്ത് പിന്നെ ഒരു അടുത്ത ആഴ്ചയോ അല്ലെ 1 മാസം കഴിഞ്ഞ് യൂസ് ചെയ്ത് അങ്ങനെ റിസൾട്ട് കിട്ടില്ല. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പെല്ലാം നിങ്ങൾ ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ പറഞ്ഞു. കാരണം ഇതൊക്കെ അത്ര അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ബോഡിയുടെ പാക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്ക്രബ് ഉണ്ടാക്കി അത് ഞാൻ നോക്കട്ടെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. കാരണം എല്ലാം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കൂടിപ്പോകും.
അപ്പം ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന, ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യുന്ന ഒരു ബോഡി സ്ക്രബാണ് ഈ ബോഡി വൈസിന്റെ ബോഡി സ്ക്രബ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ കാലിക്കുപ്പിയായിട്ട് പിടിച്ചേക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ടോണർ ഇട്ട് വെക്കാൻ വാങ്ങിയൊരു കുപ്പിയാണ്. ഇപ്പൊ ആ ടോണർ കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ അത് റീസ്റ്റോക്ക് ചെയ്യണം. അപ്പൊ റീസ്റ്റോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് ഉദ്ദേശിച്ചു. എല്ലാവരും ഉണ്ടല്ലോ, ഇതൊരു 15 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കുപ്പിയാണ്. ഈ ഒരു കുപ്പി വാങ്ങിച്ചു വെച്ചിട്ട് ഗ്രാമ്പൂ ഇല്ലേ, ഒരു 3-4 ഗ്രാമ്പും, ഒരു കൈപ്പിടി, നമ്മുടെ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പച്ചരി, നമ്മുടെ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പച്ചരി എടുത്തിട്ട് ഒരു 6 to 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. നല്ലപോലെ കഴുകിയിട്ട് 2 വട്ടം ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ സോക്ക് ചെയ്ത വെള്ളം, അതായത് അതിൻ്റെ കൂടെ നിങ്ങൾ 1 കപ്പ് വെള്ളം ഒഴിച്ചേ സോക്ക് ചെയ്യാവുള്ളൂ, അത് കൂടുതലാവില്ല. ആ 1 കപ്പ് വെള്ളം സോക്ക് ചെയ്തതിന് ശേഷം ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിക്കുക. തിളപ്പിച്ച് ചൂടാറി കഴിയുമ്പം ഇതുപോലൊരു ബോട്ടിൽ നിങ്ങൾ അരിച്ച് ആ വെള്ളം മാത്രം ഒഴിക്കുക. അതുകൊണ്ടാണ് ഈ ബോട്ടിൽ എടുക്കാൻ പറഞ്ഞത്. ടോണറാണ്, ടോണറിന് യൂസ് ചെയ്യാനാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ആയിട്ടുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചൂടാറി ഒഴിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ രാവിലെയും രാത്രിയും സ്കിൻ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ടോണറിന് പകരം ഈ ടോണർ അടിക്കുക. ഇത് നിങ്ങളുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരും. നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന കുരുക്കൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടാതെ കുരുക്കൾ വന്ന പാടുകൾ മാറ്റാൻ സഹായിക്കും. ഭയങ്കര അടിപൊളി ടോണറാണ്. നിങ്ങൾ നോക്കിയാൽ മതി. പച്ചരിയുടെ ഗുണം എന്താണെന്നും ഗ്രാമ്പൂവിൻ്റെ ഗുണം എന്താണെന്നും നിങ്ങൾ ഗൂഗിളിലോ ChatGPTയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 സാധനത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഈ 2 സാധനം ഉണ്ടല്ലോ എൻ്റെ ലൈഫിലെ ഭയങ്കര ഒരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് അതുപോലെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ജസ്റ്റ് ഇതൊരു 1 മന്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് കൂട്ടിപ്പോവും. അത്രയ്ക്ക് അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇത് അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇന്ന് തൊട്ടൊരു 3 ദിവസം വരെ ഞാനിത് യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ കണ്ടന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഗ്രാമ്പും അതുപോലെ തന്നെ ഈ പച്ചരിയുടെ വെള്ളവും മാത്രമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് വേഗം അഴുക്കായിപ്പോൾ. അതുകൊണ്ട് ഇന്നലെയാണ് ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചത്. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ഉപയോഗിക്കാനില്ല. ഞാനപ്പം പുതിയത് ഉണ്ടാക്കാനായിട്ട് ബോട്ടിൽ കഴുകി വെച്ചതാണ്. അപ്പം അത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യും. ഇത്ര സിമ്പിളാണ്. ഇത് രണ്ടും കൂടെ സോക്ക് ചെയ്യുക, തിളപ്പിക്കുക, ചൂടായി കഴിഞ്ഞിട്ട് ഒഴിച്ചു വെക്കുക, അടിക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. സിമ്പിൾ, ക്വൈറ്റ് സിമ്പിൾ ഗൈസ്. ഇനി ഇപ്പം ഇൻ കേസ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ എനിക്ക് തീർന്നു പോയിരുന്നത്, അന്നും പറഞ്ഞിട്ട് എനിക്ക് സ്കിൻ കെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടോണറാണ് ഇത്. ഇത് സെറ്റാഫിലിൻ്റെ ടോണറാണ്. സെറ്റാഫിലിൻ്റെ ടോണറും സെറ്റാഫിലിൻ്റെ ഫേസ് വാഷുമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഉണ്ടല്ലോ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നമ്മുടെ എല്ലാം സ്കിൻ ടോൺ പോട്ടെ, സ്കിന്ന് പല ടൈപ്പാണ്. എൻ്റെ സ്കിൻ ഇപ്പോൾ വരുന്നത് ഓയിലി ടു, ഈ സമ്മറിലൊക്കെ ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും, വിൻ്ററിൽ കുറച്ചും കൂടെ മീഡിയം ആ ഒരു ഇതിലേക്ക് പോകും. പക്ഷേ എനിക്ക് ഇത് നല്ലപോലെ വർക്കൗട്ട് ആവുന്നുണ്ട് ഈ സെറ്റാഫിലിൻ്റെ. ഇതിന് മുന്നേ ഞാൻ സിമ്പിളിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളിൻ്റെ ഫേസ് വാഷ് എനിക്ക് നല്ല അടിപൊളിയായിരുന്നു. അതിലും കുറച്ചും കൂടെ അടിപൊളിയാണ് എനിക്ക് ഈ 2 സെറ്റാഫിലിൻ്റെ ടോണറും മോയ്സ്ചറൈസറും. ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. എന്നെ പോലെ ഓയിലി സ്കിൻ ടൈപ്പാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്തോ. ഞാൻ ഇത് 2 മാത്രമല്ല, സെറ്റാഫിലിൻ്റെ ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യും. ഇത് മോയ്സ്ചറൈസറാണ്. ഇത് 3ഉം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് 3ഉം എടുത്തെടുത്ത് പറയുന്നത്. ഇത് കൂടാതെ ഞാൻ മാറി ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നത്. ഞാൻ ഇടയ്ക്ക് വേറെ ഫേസ് വാഷ് യൂസ് ചെയ്യും, സിമ്പിളിൻ്റെ യൂസ് ചെയ്യും. എന്തെങ്കിലും PR പ്രൊഡക്റ്റ് വരുവാണെങ്കിൽ, പ്രൊമോഷൻ്റെ സാധനങ്ങൾ വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം ഇത് മാറി യൂസ് ചെയ്യും. ഇപ്പം നിരന്തരമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു 1-2 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതിനിടയ്ക്ക് ഞാൻ വേറെയും ഇത് കണ്ടില്ല എങ്കിൽ വേറെയും ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ ചെയ്തത് മൊത്തം വേസ്റ്റ് ആവും. ഇതാണ്
സൺസ്ക്രീൻ. കുറേ ആൾക്കാർക്ക് അറിയാം, എന്നാലും ഞാൻ പറയാം, ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് തേച്ചില്ലേ കുഴപ്പമില്ല എന്നും വിചാരിച്ച് സ്കിപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ആ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾ പോലും അറിയാതെ എന്തോരം ഡാമേജ് ആവുന്നുണ്ടെന്നറിയോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭയങ്കര ചൂടാണ്. ഉള്ള മരമല്ല എല്ലാവരും കൊണ്ട് വെട്ടി പറക്കി കളഞ്ഞ് എവിടെ ചെന്നാലും ഒരു തണലില്ലാത്ത അവസ്ഥയാണ്. അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് നിങ്ങൾ ഫേസിൽ മാത്രമല്ല ബോഡി ഫുള്ള് യൂസ് ചെയ്യണം. ശരിയാ, ഇത്രയും ഒരു ചെറിയ ട്യൂബ് നമുക്ക് ബോഡിയിലെല്ലാം ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു 2 ദിവസത്തേക്കുള്ളതേ ഉള്ളൂ. എല്ലാവരും വലിയ കാശുകാരൊന്നുമല്ല, ഇപ്പം ഈ ഞാനടക്കം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഞാൻ പിശിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, അപ്പം പിന്നെ എന്താ ബോഡി യൂസ് ചെയ്യാം? ഈ ബോഡി സൺസ്ക്രീൻ ബോഡി വാഷ് ഉണ്ട്. പർപ്പിളിലോ നൈക്കിലോ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ബോഡി സൺസ്ക്രീൻ ബോഡി വാഷ് അല്ല, ബോഡി ലോഷൻ. ഇപ്പം ഞാൻ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലായിപ്പോയി. എനിക്ക് പിന്നെ കുറേ സൺസ്ക്രീം ഉണ്ട്. ഇത് മാത്രമല്ല, കുറേ സൺസ്ക്രീം ഉണ്ട്. അതെല്ലാം കൂടെ കാണിക്കാൻ പോയി ഈ വീഡിയോ തീരത്തില്ല. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് ബോഡിയിലും കാലയിലും കയ്യിലും എല്ലാം ഞാൻ യൂസ് ചെയ്യും. കാരണം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സ്കിന്ന്. അതുകൊണ്ട് അപ്പം ഈ സൺസ്ക്രീൻ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യല്. ഇതാണ് ഇതിൻ്റെ എല്ലാം മെയിൻ സാധനം. നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഈ സാധനം യൂസ് ചെയ്തില്ലെങ്കിൽ ചേമ്പലയുടെ മേളിൽ വെള്ളം ഒഴിക്കുന്നവരായിരിക്കും. അപ്പം ഈ സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യല്. പിന്നെ സിറം. എത്ര പേർക്ക് സിറം എന്താണെന്ന് അല്ലെങ്കിൽ സിറം എന്തിനാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നത് എന്നാലും ഞാൻ ചെറിയതായിട്ടൊന്ന് പറയാം. ഈ സെറം നമ്മുടെ സ്കിന്നിൽ നല്ല പോലെ അബ്സോർബ് ആവുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഇത് ടോണർ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നയാസിനമൈഡ് 0.5% സെറമാണ്. കാരണം ഞാൻ ഈയിടെയായിട്ട് സ്കിന്ന് നോക്കാതായി. പിന്നെ എനിക്ക് കുറേ ബ്രേക്ക് ഔട്ട്സ് വന്നു, പിഗ്മെന്റേഷൻ്റെ മാർക്ക് വന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നയാസിനമൈഡാണ്. ഇനി ഈ പാടൊന്നും എൻ്റെ സ്കിന്നിൽ ഇല്ല എങ്കിൽ ഞാൻ നേരെ പോയി വൈറ്റമിൻ സി യൂസ് ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഓരോ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഈ സെറം യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് വേണ്ടത്, നിങ്ങളുടെ സ്കിന്നിൽ പാടുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു വൈറ്റമിൻ സിയുടെ സെറം ഉപയോഗിക്കുക. നിങ്ങളുടെ സ്കിന്നിൽ നല്ലപോലെ പിഗ്മെന്റേഷൻ, അതായത് കുരുക്കളൊക്കെ വന്ന പാടുകൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നയാസിനമൈഡ് സെറം ഉപയോഗിക്കുക. അതുപോലെ നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര ഡ്രൈനെസ് ആണ്, നിങ്ങളുടെ സ്കിന്ന് തൊടുമ്പോഴേ ഈ മറ്റേ ഈ പൊരി പോലെയൊക്കെ ഇളകി വരുന്ന ഫീൽ ആണെങ്കിൽ നിങ്ങൾ ഹൈറലോണിക് ആസിഡ് യൂസ് ചെയ്യുക. അതാണ് ഡ്രൈനെസ് മാറ്റി സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സെറം. ഇത് കൂടാതെ കോജിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റെറ്റിനോൾ ഉണ്ട്. റെറ്റിനോളൊക്കെ ഈ പ്രായമായിട്ട് സ്കിന്ന് ചുളിവൊക്കെ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറം. അപ്പോൾ ഓരോ സെറം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കുക. നിലവിൽ എൻ്റെ ആവശ്യം ഈ പിഗ്മെന്റേഷൻ വന്ന പാടുകൾ മാറാനാണ്. അതിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ നയാസിനമൈഡ് സെറമാണ്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു പോകുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ആദ്യം നല്ല ജെന്റിലായിട്ട് ഫേസ് കഴുകുക, നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു ടോണർ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ടോണർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്ത പക്ഷം ഇതുപോലെ നല്ലൊരു ടോണർ യൂസ് ചെയ്യുക. അതിനുശേഷം നല്ലൊരു സെറം യൂസ് ചെയ്യുക. ഈ സെറം യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ വെച്ച് ലോക്ക് ചെയ്യുക. ഇത് നിങ്ങൾ രാവിലെ 8 സ്റ്റെപ്പ് ചെയ്യുന്നെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. രാത്രിയാണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി നമ്മളെല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക അല്ലേ. ഇപ്പം ഈ പറഞ്ഞ ഞാനടക്കം വലിയൊരു ലിപ്സ്റ്റിക് ബ്രാൻഡിയാണ്. അപ്പം ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് നിങ്ങളെയൊന്നും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ചുണ്ട് അത്രയും ഡാർക്കനായിട്ടാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ എനിക്ക് വന്നൊരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ ഞാൻ പറയാണ്. നല്ല SPF കണ്ടന്റ് ഉള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ഈ ഇടയ്ക്ക് ഞാൻ ജ്യൂസി കെമിസ്ട്രിയുടെ ഒരു ലിപ് ബാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് ഭയങ്കര അടിപൊളി ലിപ് ബാമാണ്. അതുപോലെ വർക്കൗട്ട് ആവുന്ന സെബാമിഡോ. ഇപ്പം ഞാൻ ഈ റീസെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആയുർവേദയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇതിൽ SPF ഇല്ല. പക്ഷെ ഞാൻ ഇതാണ് ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെ വെയിലത്തൊന്നും പോവാത്തതുകൊണ്ട്. ഈവൻ ഞാൻ വെയിലത്ത് പോവുകയാണെങ്കിൽ ഞാൻ സെബാമിഡോ അല്ലെങ്കിൽ ഈ ജ്യൂസി കെമിസ്ട്രിയുടെ ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക. ഇപ്പം നിലവിൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഡാർക്കനായിട്ടാണ് എൻ്റെ ലിപ്പ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ദിവസം കഴിക്കുന്ന ഒരു സാധനമാണ് ഈ
മീൻ ഗുളിക. എത്ര പേർക്കറിയാം? എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ ഇട്ട ചുവകൾ ഇതുവരെ തീർന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കഴിക്കാത്തത്. ഇത് കഴിക്കുന്ന എല്ലാവർക്കും അറിയാലോ മീൻ ഗുളിക എന്തിനാണ് കഴിക്കുന്നത്, പ്രത്യേകമായിട്ട് ഞാൻ പറയണം. അപ്പം ഇതാണ് ഒരു ദിവസം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഈ സാധനങ്ങൾ ഇത്രയും നിങ്ങൾ യൂസ് ചെയ്തിട്ട് 1 month നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു. കാരണം ഞാൻ വളരെ റോ ആയിട്ട് പക്ക ജെന്യൂൻ ആയിട്ട് ഞാൻ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് ആ സാധനങ്ങളെല്ലാം ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്കിൻ സീക്രട്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറൊരു കാര്യമുണ്ട്, നല്ല ആഹാരം കഴിക്കുക. അതായത് ഈ ജങ്ക് ഫുഡ്, ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുമെങ്കിലും ഞാൻ മധുരക്കിഴങ്ങ് കഴിക്കുന്ന ആരും നിങ്ങൾക്കറിയാം, തൈര് കഴിക്കുന്ന ആരും നിങ്ങൾക്കറിയാം, ഫ്രൂട്ട്സ് കഴിക്കുന്ന ആരും നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് അത്രയും അടിപൊളിയായിട്ടുള്ള, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അതുപോലെ മുട്ട, ഈ മുട്ട പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അത്രയും അടിപൊളി സാധനമാണ്. അതുപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടാത്തൊരു സാധനമാണ് വെള്ളം. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും നിങ്ങൾ 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ടെന്ന്? നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. 100 പേരിൽ ഒരു 5-6 പേര് മാത്രമേ ഉള്ളൂ ഡെയിലി 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയാൽ അത് വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല സ്കിന്ന് വേണം, നല്ല ഒരു ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്താണ് സ്കിന്നിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിക്കും. ഞാൻ ഇതെല്ലാം ഒരു ഡയറിയിലാണ് എഴുതി വെക്കുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സ്കിപ്പ് ചെയ്തു എന്നുള്ളതെല്ലാം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ നിങ്ങളും ചെയ്തു നോക്കുക. പക്ക അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ഇടുക. ഇപ്പോഴല്ല, 1 monthന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. എൻ്റെ ലിപ്പിലെ മാറ്റങ്ങൾ എന്താ വരുത്തിയെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കണം. ഇതൊക്കെ വളരെ അഫോർഡബിൾ ആണ്, കുറച്ച് എക്സ്പെൻസ് ആണ്. പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഞാൻ ഇത്രയും യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം പക്ക അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ. അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.